നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകും. 30 വർഷം മുൻപ് ഒരു പ്രവചനം. ആ പ്രവചനം 2026 അച്ചട്ടായി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും എല്ലാം അത്ഭുതമായി മാറുന്നത് ആ ഒരു പ്രവചനമാണ്. 30 വർഷം മുൻപ് തന്നെ വി.ഡി. സതീശനിലെ കാലിബർ കണ്ടിട്ട് ഒരാളങ്ങ് പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രിയാകുമെന്ന്. അത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ആ ഒരു പ്രവചനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കൃത്യം 30 വർഷം മുൻപ് ഒരാൾ പ്രവചനം നടത്തി. മറ്റൊരാൾ അത് തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു. പി.വി. തമ്പി, ഹി സെഡ് വി.ഡി. ചീഫ് മിനിസ്റ്റർ മെറ്റീരിയൽ. 3 പതിറ്റാണ്ട് ശേഷം ആ പ്രവചനം സത്യമാകുന്നു. വി.ഡി. സതീശന്റെ ദീർഘകാല സുഹൃത്തും കോറസ് ഇന്ത്യ മുൻ റീജിയണൽ ജനറൽ മാനേജറുമായ ജേക്കബ് ചെറിയാനാണ് ആ വാചകം ഡയറിയിൽ കുറിച്ചിട്ടത്. ആ ഡയറി ഇന്നും അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രവചനത്തിന്റെ അവകാശി താനല്ല, പി.വി. തമ്പിയാണെന്ന് അദ്ദേഹം പറയുന്നു. സതീശൻ മുഖ്യമന്ത്രിയാകാൻ കഴിവുള്ള ആളാണെന്ന് ഞാൻ എഴുതിയത് 1996 മുതിർന്ന മാധ്യമ പ്രവർത്തകനും സതീശന്റെ വഴികാട്ടിയുമായിരുന്ന പി.വി. തമ്പിയുടെ പ്രവചനത്തിന്റെ ബലത്തിലാണ് ഞാനത് കുറിച്ചു വെച്ചത്. അതിപ്പോൾ യാഥാർത്ഥ്യമായതിൽ വലിയ സന്തോഷം. 3 പതിറ്റാണ്ടിന്റെ സൗഹൃദമുണ്ട് സതീശനുമായി. എൻ്റെ ജന്മദിനത്തിലും മറ്റു വിശേഷ ദിവസങ്ങളിലും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സുഹൃത്താണ് അദ്ദേഹം. 90കളിലെ മീറ്റിംഗിന്റെ കാര്യം പറയാം. ജി കാർത്തികേയനും MI ഷാനവാസും രമേശ് ചെന്നിത്തലയും പ്രസംഗിക്കുന്ന യോഗം. സ്വാഗത പ്രസംഗം നടത്തിയത് സതീശനാണ്. അന്ന് എനിക്ക് അദ്ദേഹത്തെ കാര്യമായ പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് തോന്നി ഇദ്ദേഹം ഭാവിയിൽ വലിയ മനുഷ്യനായി മാറും. പ്രസംഗം ഗംഭീരമാണ്. ജേക്കബ് ചെറിയാന്റെ വാക്കുകളായിരുന്നു ഇത്. എന്തായാലും വി.ഡി. സതീശനിൽ അത്രത്തോളം ഒരു കഴിവുണ്ട് എന്ന് 30 വർഷം മുൻപ് തന്നെ മനസ്സിലാക്കിയ ഒരാളുടെ പ്രതികരണമാണ് ഇത്. ഇന്നിപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലേക്ക് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രവചനം അച്ചിട്ടായിരിക്കുന്നു. രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയൊരു വീരഗാഥയ്ക്കാണ് ഇപ്പോൾ തിരശീല ഉയരുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. നിങ്ങൾ എന്നെ പിന്നെ കാണില്ല. കഴിഞ്ഞ വർഷം ജൂലൈ 28 പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ ഈ വെല്ലുവിളി കേട്ട് ചിരിച്ചവരും ട്രോളിയവരും ഒക്കെ ഇന്ന് ഒരക്ഷരം പോലും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം പറഞ്ഞത് അതുപോലെ വി.ഡി. സതീശൻ ചെയ്തിരിക്കുന്നു. കാരണം 100-ലധികം സീറ്റ് നേടും എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. 102 സീറ്റിലേക്ക് UDFനെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതൊരു വലിയ നേട്ടം തന്നെയാണ്. 102 സീറ്റുകളുടെ വമ്പൻ ഭൂരിപക്ഷവുമായി സതീശൻ കോട്ട പിടിച്ചപ്പോൾ അന്ന് ആ വാക്കുകളിൽ ഉണ്ടായിരുന്നത് വെറും ആത്മവിശ്വാസമല്ല, 100-ലധികം സീറ്റുകൾ നേടാനുള്ള കൃത്യമായ ഹോംവർക്ക് ആയിരുന്നു എന്ന് ഇന്നിപ്പോൾ രാഷ്ട്രീയ കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 98 സീറ്റ് നേടി അധികാരത്തിലെത്തിയാൽ SNDP യോഗം ജനറൽ സെക്രട്ടറി പദം രാജിവെക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ വെല്ലുവിളി നടത്തിയിരുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സതീശൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിക്കാനായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ആ ഒരു അന്ന് എന്ത് കോൺഫിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശൻ ഇത് പറയുന്നതെന്ന് കോൺഗ്രസ്സുകാർ പോലും ഒന്ന് ഭയപ്പെട്ടിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം പോലും കെ. സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു? മാധ്യമങ്ങൾ ചോദിക്കുന്നു, വി.ഡി. സതീശൻ വനവാസത്തിന് പോകുമോ, അങ്ങനെ പോകേണ്ടി വരുമോ, UDFനെ അധികാരത്തിൽ എത്തിച്ചില്ലെങ്കിൽ പോകുമെന്നാണ് പറഞ്ഞത് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ കെ. സുധാകരൻ തിരികെ പ്രതികരിച്ചത് അദ്ദേഹം അങ്ങനെ പോകാതെ ഇരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നായിരുന്നു. കാരണം ആർക്കും അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് കെ. സുധാകരന്റെ വാക്കുകളിലൂടെ തന്നെ വ്യക്തമായതാണ്. പിന്നെ പാർട്ടിയിലെ കുതികാൽ വെട്ടും തമ്മിലടിയും അതൊക്കെ ഒരു കാര്യവുമായിരുന്നു. പക്ഷേ ജനങ്ങൾ കൃത്യമായി UDFന് അധികാരം കൊടുത്തു. 102 സീറ്റ് എന്ന മികച്ച വിജയം. എന്തായാലും വി.ഡി. സതീശന്റെ ആ ദീർഘവീക്ഷണം തെറ്റിയില്ല എന്ന് നമുക്ക് പറയാം. അണികളിൽ ആവേശം കൊളുത്താൻ വെറും വാക്ക് പറയുന്ന ആളല്ല സതീശൻ എന്ന് UDFിലെ സതീശനെ പിന്തുണയ്ക്കുന്നവർ പിന്നീട് പല ആവർത്തി വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ അവർ ഉയർത്തി കാണിക്കുന്നതും അതുതന്നെയാണ്. സതീശന്റെ ആ വാവിട്ട വാക്കിന് കേരളം കൈകൊടുത്തപ്പോൾ 102 സീറ്റുമായിട്ട് UDF ചരിത്രം എഴുതി എന്ന ചരിത്രം നമ്മളിപ്പോൾ കാണുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സതീശന് വനവാസത്തിന് പോകേണ്ടി വരുമെന്ന് എതിരാളികൾ പരസ്യമായും ചില കൂട്ടാളികളെങ്കിലും ഉള്ളാലയും ഉറപ്പിച്ചു. പലപ്പോഴും പറഞ്ഞതിൽ നിന്ന് ഒരിഞ്ച് പോലും വി.ഡി. സതീശൻ പിറകോട്ട് പോയില്ല. ട്രോളന്മാരുടെ ഒരു പ്രധാന ഐറ്റമായിരുന്നു ഈ വനവാസം.
സതീശന്റെ ആ പ്രഖ്യാപനത്തെ പിന്നീട് സോഷ്യൽ മീഡിയ ആഘോഷമാക്കി. വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹം വാഗമണ്ണിലും മൂന്നാറിലും ട്രക്കിങ്ങിന് പോയപ്പോൾ സതീശന്റെ വനവാസം തുടങ്ങി എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ ഏറെയാണ്. പ്രത്യേകിച്ച് ഈ CPMന്റെ സൈബർ ഗ്രൂപ്പുകളൊക്കെ അത് ആഘോഷമാക്കി. ഇതിനിടയിൽ വാഗമണ്ണിലെ വനവാസം എന്ന റിസോർട്ടിന്റെ ഉദ്ഘാടകനായി അദ്ദേഹം എത്തിയതും വലിയ ചർച്ചയായി. അന്ന് സതീശൻ പോയത് വനവാസത്തിനല്ല, വരാനിരിക്കുന്ന പടയോട്ടത്തിനുള്ള ഊർജം സംഭരിക്കാനായിരുന്നുവെന്ന് പിന്നീട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പോലും സതീശന്റെ വാക്കിനെ കുറിച്ച് ഭിന്ന അഭിപ്രായമുണ്ടായിരുന്നു. വാക്ക് പാലിക്കുമെങ്കിൽ സതീശൻ രാഷ്ട്രീയത്തിൽ നിന്ന് പോകേണ്ടി വരുമെന്ന് K. സുധാകരൻ വരെ സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ ചരിത്ര വിജയത്തോടെ സതീശൻ ആ സംശയങ്ങളെയെല്ലാം വലിച്ചു തോട്ടിലെറിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി നിർണയത്തിൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ എത്തിയപ്പോൾ സതീശനെ വെട്ടാൻ ചിലർ നടത്തിയ നീക്കങ്ങൾ ഘടകകക്ഷികളുടെ ഉറച്ച നിലപാടിന് മുന്നിൽ തകർന്നു വീഴുന്ന കാഴ്ചയും കണ്ടു. MLA-മാരുടെ എണ്ണത്തിൽ ചില കളികൾ നടന്നപ്പോഴും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSPയും പാറ പോലെ സതീശന് പിന്നിൽ ഉറച്ചുനിന്നു. ഭരണമില്ലാത്ത 10 വർഷം നിരാശയിലായിരുന്ന മുന്നണിക്ക് സതീശൻ പകർന്നു നൽകിയ ആത്മവിശ്വാസം അത്ര ചെറുതൊന്നുമല്ല. ഇടയ്ക്കൊരു മങ്ങലേറ്റത് രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാത്രമായിരുന്നു. അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ പറഞ്ഞ വാക്കിൽ സതീശൻ ഉറച്ചു നിന്നു. ഇത് രാഹുൽ ഷാഫി ഗ്രൂപ്പുകളുടെ സൈബർ ഗ്രൂപ്പുകളെ വല്ലാതെ ചൊടിപ്പിച്ചു. പിന്നീട് VD സതീശന് നേരെ വലിയ ട്രോളുകൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു. രാഹുലിനെ തറ പറ്റിക്കാൻ കാലുവാരിയത് VD സതീശനാണ് എന്നൊക്കെയുള്ള ചില വിമർശനങ്ങൾ, കേക്ക് അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിഹാസങ്ങൾ അത്തരത്തിൽ കൈവിട്ടുപോയി. അതോടുകൂടി VD സതീശൻ അങ്ങ് അവസാനിച്ചു എന്ന് എല്ലാവരും കരുതി. പക്ഷേ അവിടെ നിന്ന് വീണ്ടും VD സതീശൻ ഉയർന്നു വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു, വിജയം കൊയ്യുന്നു, ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്കും. അപ്പോൾ അദ്ദേഹം മുൻകൂട്ടി കണ്ടത് എല്ലാം നടപ്പാകുന്നു എന്നുള്ളത് വ്യക്തമാകുന്നു. പിന്നെ ഒരു കാര്യം, രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ ആ വിഷയത്തിൽ VD സതീശൻ എടുത്ത നിലപാടിനോട് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം ഇങ്ങനെ നിരന്തരം രാഹുൽ മങ്കൂട്ടത്തിനെതിരെ സ്ത്രീ വിഷയങ്ങൾ വന്നപ്പോൾ അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്ന് കണ്ടായിരുന്നു. VD സതീശൻ മാത്രമല്ല, പാർട്ടി ഉൾപ്പെടെയാണ് രാഹുലിനെ മാറ്റി നിർത്തുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നത് VD സതീശൻ മാത്രമായിരുന്നു. ഒരു വേള VD സതീശൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും പറയുന്നുണ്ടായിരുന്നു, ഇത് പാർട്ടി ഒന്നായി എടുത്ത തീരുമാനമാണ്, എന്നെ മാത്രം എന്തിനു വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നൊക്കെ. എന്തായാലും അതിനെല്ലാത്തിനും ഒരു മറുപടി കൊടുക്കാൻ ഇപ്പോൾ VD സതീശന് കഴിയുന്നു എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം പാർട്ടിയിലുള്ളവർ, എനിക്ക് തോന്നുന്നു CPMലുള്ളവർ VD സതീശനെ എതിർത്തതിനേക്കാൾ കൂടുതൽ സ്വന്തം പാർട്ടിയിലുള്ള എതിർപ്പ് നേരിടേണ്ടി വന്ന ആളാണ്. അതൊരു കൈപ്പേറിയ അനുഭവമായി VD സതീശന് മുന്നിൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പിന്നെ ഇനിയും എല്ലാം സേഫായി എന്ന് കരുതാനും കഴിയില്ല. കാരണം ഒരു ചെറിയ കച്ചിത്തുരുമ്പ് വീണ് കിട്ടാൻ കാത്തിരിക്കുകയാണ് VDയെ എതിർക്കുന്ന കോൺഗ്രസിലെ ഒരു കൂട്ടർ. അവർ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയാൽ അത് പ്രയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും VD സതീശൻ ഇപ്പോൾ ഒരു വലിയൊരു ബിംബം പോലെ കേരളത്തിൽ നിൽക്കുകയാണ്. VD സതീശന് പിന്നിൽ വലിയൊരു പട തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കാരണം VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി വലിയ യുദ്ധം നടത്തിയത് അദ്ദേഹത്തിൻ്റെ അനുകൂലികളാണ്. കേരളത്തിലെ ജനങ്ങൾ ആവശ്യം ഉന്നയിച്ചു. ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനത്തെ അവർ KCAയോ അല്ലെങ്കിൽ RCAയോ മുഖ്യമന്ത്രിയാക്കാൻ കരുതിയിരുന്നു എന്നൊക്കെയുള്ള തരത്തിലാണ് ചർച്ചകൾ. അപ്പോൾ ആ യുദ്ധം നമ്മൾ കണ്ടു, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധം നമ്മൾ കണ്ടു. പക്ഷേ ജനവിധിക്ക് മുൻപിൽ ഹൈക്കമാൻഡിനും തലകുനിക്കേണ്ടി വന്നു എന്നുള്ളതാണ് VD സതീശന് മുഖ്യമന്ത്രി കസേര കിട്ടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പിന്നെ ലീഗിന്റെ ഒരു വലിയ സപ്പോർട്ട് അത് VD സതീശനൊപ്പം ഉണ്ടായിരുന്നു. സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന കടുത്ത നിലപാട് വരെ ലീഗ് ക്യാമ്പ് ചർച്ചയാക്കിയിരുന്നു. വയനാട്ടിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രിയങ്ക ഗാന്ധിയെ പോലും ലീഗ് നേതൃത്വം കടുത്ത ഭാഷയിൽ വിമർശിച്ചു. അതായത് ഇനി വയനാട് സ്വപ്നം കാണണ്ട എന്ന് വരെ അങ്ങ് ഹൈക്കമാൻഡിന് മുന്നറിയിപ്പ് കൊടുത്തു. അങ്ങനെ VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നു, അധികാരത്തിലേക്ക് എത്തുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ നിമിഷങ്ങളിലാണ് ആ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് 30 വർഷം മുൻപ് പ്രവചിച്ച വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. എന്തായാലും അതൊക്കെ ഇപ്പോൾ ഒരു വലിയ ചർച്ചയായി മാറുന്നു. സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും എല്ലാം നിറയുന്നത് VD സതീശന്റെ വിജയമാണ്. VD സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു.